ഹലോ ഗൈസ്, ഗൗരീശങ്കരത്തിൻ്റെ പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ മുത്തശ്ശി പറയുവാണ്, മോളെ നീ വീൽ ചെയർ കൊണ്ടകത്ത് വെക്കുക എന്നൊക്കെ പറയുമ്പോൾ വേണു പറയുകയാണ്, ഒന്നുകൊണ്ടും പേടിക്കണ്ട കേട്ടോ മുത്തശ്ശി, ആദർശേട്ടൻ നല്ല മണിമണി പോലെ എഴുന്നേറ്റ് നടക്കും എന്ന് പറയുമ്പോൾ മുത്തശ്ശി ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചിട്ട് വേണിയോട് പറയുകയാണ്, മോളെ നിന്നെ വിവാഹം കഴിച്ച ആദർശിൻ്റെ ജീവിതത്തിലെ വലിയ തെറ്റെന്നായിരുന്നു മുത്തശ്ശി ഒരു സമയം വരെ ഓർത്തിരുന്നത്. പക്ഷേ ഇപ്പോഴാണ് മനസ്സിലായത് നീയാണ് ഏറ്റവും വലിയ ആദർശന് കിട്ടിയ ഭാഗ്യം, അവൻ ശരിയായിട്ടെടുത്ത തീരുമാനം നീയാന്നൊക്കെ പറയുകയാണ് കേട്ടോ. ഇതൊക്കെ കേൾക്കുമ്പോൾ ആദർശന് സന്തോഷമാവുന്നുണ്ട്. അതേ സമയത്ത് നമ്മുടെ മുത്തശ്ശി പറയുകയാണ്, എന്നാൽ ശരി മോളെ ഞാൻ അകത്തോട്ട് പോട്ടെ എന്ന് പറയുമ്പോഴത്തേക്കും വേണു പറയുന്നുണ്ട്, മുത്തശ്ശി എങ്ങടെ പോണേ, മുത്തശ്ശി ഇങ്ങോട്ട് വാ, ഈ വീൽ ചെയറിലിരിക്കുക, ഞാനങ്ങോട്ട് ഡ്രോപ്പ് ചെയ്യാമെന്ന് പറയുന്നുണ്ടോ. ഇതേക്കുന്ന മുത്തശ്ശിക്ക് ചെറുതായിട്ട് പേടിയാവുകയാണ്. മുത്തശ്ശിനെ പിടിച്ചിരുത്തുവാണ് കേട്ടോ വേണി. ആദർശ് ഇതെല്ലാം കണ്ട് ചിരിക്കുന്നുണ്ട്. എന്നിട്ട് പറയും, നമ്മളൊരു 100-110 അവിടെ ചെന്നിറങ്ങും. മുത്തശ്ശി എന്നിട്ട് ഒരു കണക്കിന് എഴുന്നേറ്റ് പോകാനൊക്കെ നോക്കുന്നുണ്ട്. വേണി പിടിച്ചിരുത്തിയിട്ട് സ്പീഡിൽ കൊണ്ടുപോകാണ് കേട്ടോ. എന്നിട്ട് ആദർശനോട് പറയുന്നുണ്ട്, ഞാൻ മുത്തശ്ശിനെ കൊണ്ടുപോയി അകത്താക്കി വീൽ ചെയറും വെച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പോവാണ്. പിന്നെ കാണിക്കുന്ന ഗൗരിയും ഗംഗയെ സംസാരിക്കുന്നതാണ് കേട്ടോ. അപ്പം നമ്മുടെ ഗൗരി പറയുന്നുണ്ട്, ഗംഗയുടെ കുറേ നാളത്തെ ഡ്രീം പ്രൊജക്റ്റ് അല്ലേ, ഞാൻ കാരണം അതിന് പ്രശ്നമൊന്നും ഉണ്ടാവരുതെന്ന് എനിക്കൊന്നും അത്ര കോൺഫിഡൻസ് ഇല്ല എന്നൊക്കെ പറയുവാണ് കേട്ടോ. അതൊക്കെ രാധാമണി തങ്കച്ചി ഒളിഞ്ഞു നിന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ഗംഗയും ശങ്കറും പറയുന്നുണ്ട്, അങ്ങനെയൊന്നും ഉണ്ടാവുകയില്ല. എന്നിട്ട് ശങ്കർ പറയുന്നുണ്ട്, നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട കേട്ടോ ഗൗരി, നിങ്ങളുടെ ഇതൊരു വലിയൊരു അനുഗ്രഹമാണ്. ഗുരുവായൂരപ്പൻ്റെ നടയിൽ ചെന്ന് കഴിഞ്ഞ് പെർഫോം ചെയ്ത് കഴിയുമ്പോൾ എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാവും, നിങ്ങളുടെ രണ്ടുപേരും ജീവിതത്തിൽ ആ മാറ്റം ഉണ്ടാവും എന്ന് പറയുമ്പോൾ രണ്ടുപേരും ഇങ്ങനെ ചിരിക്കുവാണ് കേട്ടോ. പിന്നെ കാണിക്കുന്ന രാധാമണി തങ്കച്ചി വേലക്കാരിയോട് പറയണം, എൻ്റെ ഗംഗമോളോട് അവൾ ആ മണ്ഡപത്തിൽ നിന്ന് നൃത്തം ചെയ്യണോ, അതൊരിക്കലും പറ്റത്തില്ല, അതെനിക്ക് സഹിക്കാൻ പറ്റത്തില്ല, അവളെ എന്നേലും കാണിച്ച് ഇവിടെ ബ്ലോക്ക് ചെയ്യണം. പക്ഷെ അത് ശങ്കറിന് ഓക്കെ ആവുന്ന ഒരു റീസൺ ആയിരിക്കണം, അല്ലെങ്കിൽ ശങ്കർ അവളെ എന്താണേലും പറഞ്ഞു വിടും എന്ന് പറയുമ്പോഴത്തേക്കും വേലക്കാരി ചോദിക്കുക, അതിന് ഡാൻസ് കളിക്കണമെങ്കിൽ എന്താ മാഡം മിനിമം വേണ്ടതെന്ന് ചോദിക്കുമ്പോഴേക്കും രാധാമണി തങ്കച്ചി പറയാം, ഡാൻസ് കളിക്കാൻ മിനിമം കളിക്കാൻ അറിയണം, അല്ലാതെ എന്താ വേണ്ടതെന്ന് ചോദിക്കുമ്പോഴേക്കും വേലക്കാരി പറയാം, അങ്ങനെയല്ല കാല് വേണം. അപ്പോഴേക്കും രാധാമണി തങ്കച്ചി പറയുകയാണ്, ഓ നിൻ്റെ ഐഡിയ എനിക്ക് മനസ്സിലായി എന്ന് പറയുവാണ്. ഇതെല്ലാം നമ്മുടെ കമല ഒളിഞ്ഞു നിന്ന് കേൾക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കാണിക്കുന്ന വേണി ആദർശം കൂടെ നടക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയേക്കുവാണ്. അപ്പോഴേക്കും ഇങ്ങനെ നടക്കാൻ നേരത്ത് വേണി ആദർശനോട് പറയുന്നുണ്ട്, കുറച്ച് കഴിയുമ്പോൾ ഇതും മാറ്റണം എന്ന് പറയുമ്പോൾ ആദർശം പറയുന്നുണ്ട്, ഇത് നടക്കുമ്പോൾ ഭയങ്കര സ്ട്രെയിനാണ് വേണി എന്ന് പറയുമ്പോഴത്തേക്കും, അതൊക്കെ മാറുന്നേ, എല്ലാം ശരിയാവും, എല്ലാവരുടെ ജീവിതത്തിലും ഇങ്ങനെയൊക്കെയാണെന്നൊക്കെ പറയുവാണ്. ആ സമയത്ത് അതിലേക്കൂടെ നമ്മുടെ ധ്രുവൻ്റെ ഫ്രണ്ട്സായ ഷാനും കിരണും വരുവാണ് കേട്ടോ. അവരിന്നിട്ട് പറയുവാണ്, ഇവക്കിനി എന്തിനാ, ഇവനെ എന്തായാലും ഇവിടം വരെ വന്നതല്ലേ, ശങ്കർഭായിയുടെ പെങ്ങൾക്കളെ ഇങ്ങനെ കിട്ടിയ സ്ഥിതിക്ക് ഒരു പണി കൊടുക്കാതിരുന്നാൽ ശരിയാവുന്ന എങ്ങനെയാണെന്ന് പറഞ്ഞാൽ അവർ രണ്ടുകൂടെ അങ്ങോട്ട് ചെല്ലുവാണ് കേട്ടോ. എന്നിട്ട് വേണിയുടെ പുറകെ നടന്ന് കളിയാക്കുവാണ്, ഓ ഇതാണോ ഉത്തമമായ ഭാര്യ, ഇനിയിപ്പോൾ ഇവനെ നിനക്ക് എന്തിനാന്നൊക്കെ ചോദിക്കുവാണ്. കുറേ നേരം വേണി ഇതൊക്കെ കേട്ടുകൊണ്ട് നിൽക്കും കേട്ടോ. വേണി നിനക്കൊക്കെ എന്താടാ വേണ്ടതെന്നൊക്കെ ചോദിക്കുമ്പോൾ ഇവർക്കും ദേഷ്യം വരുവാണ് കേട്ടോ. ദേഷ്യം വരുമ്പോൾ ഇവർ നമ്മുടെ ആദർശിൻ്റെ വാക്കർ കാലുകൊണ്ട് തട്ടിയിടുവാണ്. ആദർശ് വേയിച്ചു പോകുന്നുണ്ട്. പെട്ടെന്ന് വേണി പിടിച്ച് നിർത്തുന്നുണ്ട് കേട്ടോ. അത് കഴിയുമ്പോഴത്തേക്കും പിന്നെ ഇവരോട് പറയുന്നുണ്ട്, നിനക്ക് ശരിയായിട്ടുള്ള ഭാര്യയുടെ മുഖം കാണുന്നുണ്ടോടാ, കാണിച്ചു തരാമെന്ന് പറയുകയാണ്. പിന്നെ നമ്മുടെ വേണിയുടെ ഫൈറ്റാണ് കേട്ടോ. വേണി രണ്ടുപേരെ അടിച്ചിടുന്നുണ്ട്. ഷാനെ അടിച്ച് ആദ്യം തെറിപ്പിച്ച് പറമ്പിലോട്ടൊക്കെ വിടുന്നുണ്ട് കേട്ടോ. പിന്നെ കിരണിനെ അടിക്കുന്നുണ്ട്. ആ സമയത്ത് കിരൺ ഇങ്ങനെ രണ്ടാമത് എഴുന്നേറ്റ് വന്ന് പുറകിൽ നിന്ന് അടിക്കാൻ തുടങ്ങുമ്പോഴത്തേക്കും നമ്മുടെ വേണി ആദർശനോട് പറയുന്നുണ്ട്, ബോക്സിംഗ് ചാമ്പ്യൻ ചുമ്മാ നിൽക്കാതെ നിങ്ങളുടെ ബോക്സിങ്ങിൻ്റെ പവർ എന്താണെന്ന് അവനെ ഒന്ന് കാണിച്ചു കൊടുക്കുമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും കിരണിട്ട് എഴുന്നേറ്റ് വന്ന് കിരണിട്ട് ഒറ്റ എണ്ണം കൊടുക്കുവാണ്. അപ്പോൾ കിരണും പേടിച്ചു പോവാണ് കേട്ടോ. അവർക്ക് നല്ലപോലെ ഇടി കൊണ്ട് കഴിയുമ്പോഴത്തേക്കും കിരൺ പെട്ടെന്ന് ബൈക്ക് എടുത്തുകൊണ്ട് മുമ്പോട്ട് ചെല്ലുവാണ്. അപ്പോൾ പറമ്പിൽ നിന്ന് പയ്യെ ഷാൻ അടിയൊക്കെ കൊണ്ടിട്ട് കയറി വരുവാണ് കേട്ടോ. അങ്ങനെ അവർ രണ്ടും കൂടെ അവിടുന്ന് ബൈക്ക് കൊണ്ട് ഓടി രക്ഷപ്പെടുവാണ്. അത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ആദർശ വേണിയോട് പറയുന്നുണ്ട്, നല്ല ക്ഷീണം വേണി, നമുക്കിനിപ്പോൾ ഒരു നാരങ്ങ വെള്ളം കുടിച്ചാലോ എന്ന് പറയുമ്പോഴത്തേക്കും വേണി ഇങ്ങനെ ചിരിച്ചിട്ട് പറയാം, അതിനെന്താ മത്താപ്പേ, നമുക്കൊരു നാരങ്ങ വെള്ളം ആയേക്കാം എന്ന് പറഞ്ഞാൽ രണ്ടുപേരും കൂടെ നാരങ്ങ വെള്ളം കുടിക്കാൻ പോകുന്നതായിട്ടാണ് കേട്ടോ പിന്നെ കാണിക്കുന്നത്. നമ്മുടെ ജോജുവിനോട് ശങ്കർഭായി സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. ആ സമയത്ത് ചോദിക്കുന്നുണ്ട്, എടാ അജിത്ത് എന്തിയാ, അവനെ കണ്ടിട്ട് കുറച്ചായല്ലോ എന്ന് പറയുമ്പോഴത്തേക്കും അവനെന്തോ ശങ്കർഭായിയുമായിട്ട് കണക്ട് ചെയ്യുന്ന ആരെയോ കൂട്ടാൻ വേണ്ടി പോയതാന്ന് പറയുന്നു കേട്ടോ. അപ്പോൾ ശങ്കർഭായിക്ക് ആരെ എന്ന് പറയുമ്പോഴേക്കും അജിത്ത് അങ്ങോട്ട് കയറി വരുമ്പോൾ ഇവർ പറയുകയാണ്, 100 വയസ്സാണല്ലോ. അപ്പോൾ കൂടെ ധ്രുവൻ ആ പറഞ്ഞ ചെറുക്കനുണ്ട് കേട്ടോ. അപ്പോഴേക്കും അവനെ അജിത്ത് പരിചയപ്പെടുത്തുമ്പോൾ പറയും, ശങ്കർഭായിയുടെ ഒരു സഹായം വേണമെന്ന് പറയുമ്പോഴത്തേക്കും ഇവനിങ്ങനെ ഇവൻ്റെ കാര്യങ്ങളൊക്കെ കള്ളക്കഥ പറയുകയാണ് കേട്ടോ. ഞാൻ ഒരു പാവപ്പെട്ട വീട്ടിൽ അച്ഛനെ അമ്മേനെ ഞാനാണ് നോക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ ശങ്കർഭായി ചോദിക്കുന്നുണ്ട്, ഓ അച്ഛൻ്റെ ചികിത്സയ്ക്ക് കാശിൻ്റെ കാര്യമാണോ, അത് നീ വിഷമിക്കണ്ട, നമുക്ക് സെറ്റാക്കാമെന്നൊക്കെ പറയുകയാണ്. അതൊന്നും അല്ല ശങ്കർഭായി, ഞാൻ 7 വർഷമായിട്ട് ഒരു പെങ്കൊച്ചുമായിട്ട് ഇഷ്ടത്തില്ല, പക്ഷേ അവളുടെ വീട്ടുകാർ അവളുടെ കല്യാണം ഇപ്പോൾ ഉറപ്പിക്കുവാണ്, അവളെ വേറൊരു സ്ഥലത്തേക്ക് മാറ്റാൻ വേണ്ടി പോവാന്നൊക്കെ പറയണം കേട്ടോ. അവളെ മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും എനിക്ക് അവളെ കാണാൻ പറ്റത്തില്ല, എനിക്കിപ്പോൾ ഏറ്റവും വേണ്ടത് ശങ്കർഭായി പോലെ ഒരാളുടെ സഹായമാണെന്നൊക്കെ പറയണം കേട്ടോ. ഇത് കേൾക്കുന്ന ശങ്കർഭായി ഇങ്ങനെ ചിരിച്ചിട്ട് പറയുമോ, ലവിൻ്റെ കാര്യമാണോ,
നിനക്ക് എന്തൊട്ട് സഹായയുടെ കന്നാലി വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ പറയും ശങ്കർഭായ് എൻ്റെ കൂടെ നിന്ന് കഴിഞ്ഞാൽ എനിക്ക് അവളെ അവിടെ നിന്ന് വിളിച്ചിറക്കിക്കൊണ്ട് വരാൻ പറ്റും എന്ന് പറയുമ്പോൾ ശങ്കർഭായ് പറയും നിനക്ക് അത്രയ്ക്ക് ധൈര്യമുണ്ട് ഞാനുണ്ടെങ്കിൽ നിനക്ക് അവളെ ഇവിടെ നിന്ന് വിളിച്ചിറക്കിക്കൊണ്ട് വന്ന് രജിസ്റ്റർ മാരേജ് ചെയ്യാൻ പറ്റും എന്നുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് നിൻ്റെ കൂടെ നിൽക്കാം എന്ന് പറയുവാണ് കേട്ടോ. എന്നിട്ട് ശങ്കർഭായ് ഇവനെ കെട്ടിപ്പിടിക്കുവാണ്. അപ്പോഴേക്കും ധ്രുവൻ പറഞ്ഞ പോലെ വാക്ക് പാലിച്ച് കഴിഞ്ഞാൽ ഇവന് കാശ് കിട്ടും, ശങ്കർ സഹായിക്കാമെന്ന് വാക്ക് പാലിച്ചാൽ കാശ് കിട്ടും എന്നുള്ള സന്തോഷത്തിൽ ഇവന് നമ്മുടെ ശങ്കർഭായിനെ കെട്ടിപ്പിടിക്കുകയാണ് കേട്ടോ. അത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു.